യെസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ടെന്നറിയോ? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 9 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സൈഡ്സ് കാണൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. നേരെ നോക്കിയിരുന്നോളൂ. ഇത്രയുള്ളത് ചെയ്യേണ്ടത്. ഈ 49ലേക്ക് നോക്കുക. ഇതാണ് 49. സിമ്പിൾ ആയിട്ടാ പറഞ്ഞിരുന്നത്. ഈ 49ന്റെ ഓപ്പോസിറ്റ് കാണണം. ഓപ്പോസിറ്റ് നമുക്ക് കാണണം. ക്ലിയർ ആണോ? എന്ത് തന്നിട്ടുണ്ട്? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പഠിക്കണം ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാണ് പഠിക്കുക. ഏതാണ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ? സൈൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ RQ കാണാന്, ഇതിന്റെ ഓപ്പോസിറ്റ് കാണാൻ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? സൈൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സൈൻ എന്ന് എഴുതുക. 49 എന്ന് എഴുതുക. സൈൻ 49. ഓപ്പോസിറ്റ് എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? RQ എന്ന് എഴുതുക. RQ. ക്ലിയർ ആണോ? ഹൈപ്പോട്ടനസ് എന്ത് എഴുതുക? അത് RQ തന്നെയല്ലേ. ഹൈപ്പോട്ടനസ് എന്ത് എഴുതുക? ഹൈപ്പോട്ടനസ് എന്ത് എഴുതുക? 9. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ക്രോസ് ചെയ്യാൻ ആരുമില്ല. സോ RQ എന്ന് തന്നെ എഴുതുക. അടുത്തത് സൈൻ 45 × 9 എന്നും എഴുതുക. നമുക്കറിയാം എത്രയാണ് സൈൻ 49. സൈൻ 49 എത്രയാടാ? 0.75 × 9. ഇത് മൾട്ടിപ്ലൈ എങ്ങനെയാണ്? 75നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 പൊസിഷൻ മാറ്റിയിടുക. 75നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി? 675 അല്ലെ? 675 എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ 2 പോയിന്റ് ഉള്ളത് കൊണ്ട് 2 പൊസിഷൻ മാറ്റിയിടണം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഈ RQ കിട്ടിയത് മനസ്സിലായോ? സിമ്പിൾ ആണ്. ഇനി ഇതേപോലെ അടുത്തതുണ്ട്. PQ കാണണം. PQ കാണണം. നേരെ നോക്കിയിരുന്നോ. ഈ PQ ഇതിന്റെ എന്ത് സൈഡാ? അടുത്തുള്ള സൈഡാ. അടുത്തുള്ള സൈഡിനെ നമ്മള് ഒന്നും കൂടി സ്റ്റൈലാക്കിയിട്ട് അഡ്ജസന്റ് സൈഡ് എന്നാ പറയാ. അടുത്തുള്ള സൈഡിന് എന്താ പറയാ? അഡ്ജസന്റ് സൈഡ്. അടുത്തുള്ള സൈഡിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ്. എന്താ തന്നത്? ഹൈപ്പോട്ടനസ് ആണ് തന്നത്. അഡ്ജസന്റും ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാണ്? അഡ്ജസന്റും ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാണ്? കോസ് അല്ലെ? സോ നമ്മൾ കോസ് ആണ് അടുത്തത് കാണേണ്ടത്. കോസ് 49 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ് 49 കാണാനുള്ള ഇക്വേഷൻ അഡ്ജസന്റ് സൈഡ്. ഇവിടെ ആരാ അഡ്ജസന്റ് സൈഡ്? PQ അല്ലെ? 49ന്റെ അഡ്ജസന്റ് സൈഡ് PQ ബൈ ഹൈപ്പോട്ടനസ് ആരാ? 9. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. PQ ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കോസ് 49 × 9 എന്ന് വരും. കോസ് 49 എത്ര? കോസ് 49 എത്ര? 0.66 × 9. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 594 ആണ് ആൻസർ കിട്ടുക. 2 പൊസിഷൻ മാറ്റിയിടണം. സോ 5.94 എന്ന ആൻസർ കിട്ടും. ഇത് വെരി സിമ്പിൾ ആണ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. സൈന് അല്ലെങ്കിൽ കോസ് അല്ലെങ്കിൽ ടാന്, ഇതിലെ 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് എക്സാമിന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിന് സൈനോ കോസോ ടാനോ വരാതെ ഇരുന്നിട്ടുണ്ടോ? സോ ഇതിലിപ്പോ നമ്മൾ പഠിച്ചത് സൈനും കോസും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തോ.